ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഴുവൻ പാഠഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിനോട് ആദ്യം പറഞ്ഞത് എന്ത്? ഓപ്ഷൻസ്: എ. ഭക്ഷണം കഴിക്കാൻ നേരമായി. ബി. വന്ന് ഭക്ഷണം കഴിക്കൂ. സി. ഭക്ഷണം വിളമ്പിത്തരൂ. ഡി. വീഞ്ഞിൽ മുക്കി അപ്പം ഭക്ഷിക്കുക. ഉത്തരം ഓപ്ഷൻ ബി. വന്ന് ഭക്ഷണം കഴിക്കൂ. റൂത്ത് 2:14. ഈ ദാസിയെ ഡാഷും ഡാഷും ചെയ്തു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ. ആശ്വസിപ്പിക്കുകയും ദയ കാണിക്കുകയും ചെയ്തു. ബി. കരുണ കാണിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. സി. ദയ കാണിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഡി. ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. ഉത്തരം ഓപ്ഷൻ ഡി. ആശ്വസിപ്പിക്കുകയും കരുണയോടെ സംസാരിക്കുകയും ചെയ്തു. റൂത്ത് 2:13. ഞാൻ അങ്ങയുടെ ആരിൽ ഒരുവളല്ല എന്നാണ് റൂത്ത് പറയുന്നത്. ഓപ്ഷൻസ്: എ. വേലക്കാരിൽ. ബി. സ്നേഹിതരിൽ. സി. ദാസിമാരിൽ. ഡി. ബന്ധുജനങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ സി. ദാസിമാരിൽ. റൂത്ത് 2:13. അങ്ങ് എന്നോട് വലിയ എന്താണ് കാണിച്ചിരിക്കുന്നത് എന്നാണ് റൂത്ത് പറഞ്ഞത്. ഓപ്ഷൻസ്: എ. കാരുണ്യം. ബി. ദയ. സി. സഹാനുഭൂതി. ഡി. സ്നേഹം. ഉത്തരം ഓപ്ഷൻ ബി. ദയ. റൂത്ത് 2:13. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഡാഷ് നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ. ദൈവമായ കർത്താവ്. ബി. കർത്താവ്. സി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. ഡി. ഇസ്രായേലിൻ്റെ ദൈവം. ഉത്തരം ഓപ്ഷൻ സി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ്. റൂത്ത് 2:12. നിന്റെ പ്രവൃത്തികൾക്ക് കർത്താവ് എന്ത് നൽകും എന്നാണ് ബോവാസ് പറയുന്നത്. ഓപ്ഷൻസ്: എ. പ്രതിഫലം. ബി. നന്മ. സി. കാരുണ്യം. ഡി. സമ്മാനം. ഉത്തരം ഓപ്ഷൻ എ. പ്രതിഫലം. റൂത്ത് 2:12. മാതാപിതാക്കളെയും സ്വദേശത്തെയും വിട്ട് എങ്ങനെയുള്ള ജനത്തിന്റെ ഇടയിലാണ് റൂത്ത് വന്നത്? ഓപ്ഷൻസ്: എ. ചിരപരിചിതരായ. ബി. തീരെ പരിചയമില്ലാത്ത. സി. അപരിചിതരായ. ഡി. ദയയില്ലാത്ത. ഉത്തരം ഓപ്ഷൻ സി. അപരിചിതരായ. റൂത്ത് 2:11. ഭർത്താവിന്റെ മരണത്തിന് ശേഷം നീ ആർക്കു വേണ്ടി ചെയ്തത് എനിക്കറിയാം എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്. ഓപ്ഷൻസ്: എ. ബന്ധുക്കൾക്ക് വേണ്ടി. ബി. അമ്മായിയമ്മയ്ക്ക് വേണ്ടി. സി. സഹോദരങ്ങൾക്ക് വേണ്ടി. ഡി. കുടുംബക്കാർക്ക് വേണ്ടി. ഉത്തരം ഓപ്ഷൻ ബി. അമ്മായിയമ്മയ്ക്ക് വേണ്ടി. റൂത്ത് 2:11. അന്യനാട്ടുകാരിയായ എന്നോട് ഡാഷ് തോന്നാൻ ഞാൻ അങ്ങേക്ക് എന്തു നന്മ ചെയ്തു? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ. ദയ. ബി. കരുണ. സി. സഹതാപം. ഡി. സ്നേഹം. ഉത്തരം ഓപ്ഷൻ ബി. കരുണ. റൂത്ത് 2:10. നിന്നെ ശല്യപ്പെടുത്തരുതെന്ന് ആരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്. ഓപ്ഷൻസ്: എ. മറ്റു ദാസിമാരോട്. ബി. ഭൃത്യന്മാരോട്. സി. വേലക്കാരോട്. ഡി. കൊയ്ത്തുകാരോട്. ഉത്തരം ഓപ്ഷൻ ബി. ഭൃത്യന്മാരോട്. റൂത്ത് 2:9. അവർ കൊയ്യുന്നത് എവിടെയെന്ന് നോക്കി അവരെ എന്ത് ചെയ്യുക എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്. ഓപ്ഷൻസ്: എ. അവരെ അനുകരിക്കുക. ബി. അവരോട് കൂടെ കൊയ്യുക.
സി അവരെ പിന്തുടരുക, ഡി അവരെ സഹായിക്കുക. ഉത്തരം ഓപ്ഷൻ സി അവരെ പിന്തുടരുക. റൂത്ത് 2:9. മകളെ, കാലാ പെറുക്കാൻ ഇവിടം വിട്ട് മറ്റെവിടെ പോകേണ്ട എന്നാണ് ബോവാസ് റൂത്തിനോട് പറഞ്ഞത്. ഓപ്ഷൻസ്: എ മറ്റു പാടങ്ങളിൽ, ബി മറ്റ് വയലുകളിൽ, സി മറ്റ് മുന്തിരിത്തോട്ടത്തിൽ, ഡി മറ്റു ഇടങ്ങളിൽ. ഉത്തരം ഓപ്ഷൻ ബി മറ്റ് വയലുകളിൽ. റൂത്ത് 2:8. റൂത്ത് എങ്ങനെയാണ് കാല പെറുക്കിക്കൊണ്ടിരുന്നത്? ഓപ്ഷൻസ്: എ വിശ്രമമില്ലാതെ, ബി ഇടതടവില്ലാതെ, സി വളരെ കഷ്ടപ്പെട്ട്, ഡി നിരന്തരമായി. ഉത്തരം ഓപ്ഷൻ എ വിശ്രമമില്ലാതെ. റൂത്ത് 2:7. കൊയ്ത്തുകാരുടെ മേൽനോട്ടം വഹിച്ചിരുന്നത് ആര്? ഓപ്ഷൻസ്: എ മേൽനോട്ടക്കാരൻ, ബി ഭൃത്യൻ, സി സഹസേവകൻ, ഡി സഹഭൃത്യൻ. ഉത്തരം ഓപ്ഷൻ ബി ഭൃത്യൻ. റൂത്ത് 2:5. ബോവാസ് എവിടെ നിന്നാണ് വന്നത്? ഓപ്ഷൻസ്: എ യൂദ, ബി ഇസ്രായേൽ, സി ബെത്ലഹേം, ഡി മോവാബ്. ഉത്തരം ഓപ്ഷൻ സി ബെത്ലഹേം. റൂത്ത് 2:4. സാമുവൽ തന്റെ ജീവിതകാലമത്രയും ഇസ്രായേലിൽ എന്ത് നടത്തി? ഓപ്ഷൻസ്: എ ന്യായപാലനം, ബി ന്യായ നിർവഹണം, സി നീതിപാലനം, ഡി നീതി നിർവഹണം. ഉത്തരം ഓപ്ഷൻ സി നീതിപാലനം. 1 സാമുവൽ 7:15. ഇസ്രായേല്യരും ആരും തമ്മിലാണ് സമാധാനം ഉണ്ടായത്? ഓപ്ഷൻസ്: എ കാനാന്യർ, ബി ജബൂസ്യർ, സി അമോര്യർ, ഡി അമ്മോന്യർ. ഉത്തരം ഓപ്ഷൻ സി അമോര്യർ. 1 സാമുവൽ 7:14. എവിടെ മുതൽ എവിടെ വരെ ഫിലിസ്ത്യർ കൈവശമാക്കിയിരിക്കുന്ന പ്രദേശങ്ങളെല്ലാമാണ് അവർ ഇസ്രായേലിന് തിരികെ കൊടുത്തത്? ഓപ്ഷൻസ്: എ മിസ്പ മുതൽ ഗത്ത് വരെ, ബി മിസ്പ മുതൽ ബഥേൽ വരെ, സി മിസ്പ മുതൽ ഗിൽഗാൽ വരെ, ഡി എക്രോൺ മുതൽ ഗത്ത് വരെ. ഉത്തരം ഓപ്ഷൻ ഡി എക്രോൺ മുതൽ ഗത്ത് വരെ. 1 സാമുവൽ 7:14. ഫിലിസ്ത്യർ പിന്നീട് ഒരിക്കലും എവിടെ കാലുകുത്തിയിട്ടില്ല? ഓപ്ഷൻസ്: എ ഇസ്രായേലിൽ, ബി ഇസ്രായേൽ ദേശത്ത്, സി എബ്നെസറിൽ, ഡി എക്രോണിൽ. ഉത്തരം ഓപ്ഷൻ ബി ഇസ്രായേൽ ദേശത്ത്. 1 സാമുവൽ 7:13. ഇസ്രായേല്യർ എവിടെ നിന്ന് എവിടെ വരെ ഫിലിസ്ത്യരെ പിന്തുടർന്ന് വധിച്ചു? ഓപ്ഷൻസ്: എ ബത്കാറിൽ നിന്ന് മിസ്പ വരെ, ബി മിസ്പായിൽ നിന്ന് ബഥേൽ വരെ, സി മിസ്പായിൽ നിന്ന് ഗിൽഗാൽ വരെ, ഡി മിസ്പായിൽ നിന്ന് ബത്കാർ വരെ. ഉത്തരം ഓപ്ഷൻ ഡി മിസ്പായിൽ നിന്ന് ബത്കാർ വരെ. 1 സാമുവൽ 7:11. ഇസ്രായേൽ മുഴുവൻ എവിടെ ഒരുമിച്ച് കൂടട്ടെ എന്നാണ് സാമുവൽ പറഞ്ഞത്? ഓപ്ഷൻസ്: എ എബ്നെസറിൽ, ബി ഷീലോയിൽ, സി മിസ്പായിൽ, ഡി ബഥേലിൽ. ഉത്തരം ഓപ്ഷൻ സി മിസ്പായിൽ. 1 സാമുവൽ 7:5. ആരെ മാത്രം ആരാധിക്കുവിൻ എന്നാണ് സാമുവൽ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത്? ഓപ്ഷൻസ്: എ ദൈവത്തിനെ, ബി കർത്താവിനെ, സി ദൈവമായ കർത്താവിനെ, ഡി കർത്താവായ ദൈവത്തിനെ. ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിനെ. 1 സാമുവൽ 7:3. കർത്താവിന്റെ പേടകം സൂക്ഷിക്കുന്നതിന് അബിനാദാബിന്റെ പുത്രനായ ആരെയാണ് അവർ അഭിഷേകം ചെയ്തത്? ഓപ്ഷൻസ്: എ ഫിനഹാസ്, ബി
ഹോഫ്നി, സി ജോഷുവ, ഡി എലയാസർ. ഉത്തരം ഓപ്ഷൻ ഡി എലയാസർ. 1 സാമുവൽ 7:1. ആര് വന്നാണ് കർത്താവിന്റെ പേടകം ഗിരിമുകളിൽ എത്തിച്ചത്? ഓപ്ഷൻസ്: എ ഗാസയിലെ ആളുകൾ, ബി ഇസ്രായേൽ ജനം, സി കിരിയാത്ത് യയാറിമിലെ ആളുകൾ, ഡി ഹെബ്രായക്കാർ. ഉത്തരം ഓപ്ഷൻ സി കിരിയാത്ത് യയാറിമിലെ ആളുകൾ. 1 സാമുവൽ 7:1. സാമുവൽ എവിടെയാണ് കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചത്? ഓപ്ഷൻസ്: എ എബ്നെസർ, ബി എഫ്രായിം, സി റാമ, ഡി ഷീലോ. ഉത്തരം ഓപ്ഷൻ സി റാമ. 1 സാമുവൽ 7:17. പശുക്കൾ എവിടേക്കുള്ള പെരുവഴിയിലൂടെയാണ് അമറിക്കൊണ്ട് ഇടം വലം നോക്കാതെ നേരെ പോയത്? ഓപ്ഷൻസ്: എ ബത്ഷെമേശിലേക്ക്, ബി ഷീലോയിലേക്ക്, സി ഇസ്രായേലിലേക്ക്, ഡി എബ്നെസറിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ ബത്ഷെമേശിലേക്ക്. 1 സാമുവൽ 6:12. വയലിൽ ഗോതമ്പ് കൊയ്തുകൊണ്ടിരുന്നവർ ആരെല്ലാം? ഓപ്ഷൻസ്: എ ഇസ്രായേലിലെ ജനങ്ങൾ, ബി ഷീലോയിലെ ജനങ്ങൾ, ഓപ്ഷൻ സി ബത്ഷെമേശിലെ ജനങ്ങൾ, ഡി എബ്നെസറിലെ ജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ സി ബത്ഷെമേശിലെ ജനങ്ങൾ. 1 സാമുവൽ 6:13. ആരാണ് കർത്താവിന്റെ പേടകവും അതോടൊപ്പം സ്വർണ്ണ ഉരുപ്പടികളും വച്ചിരുന്ന പെട്ടി താഴെ ഇറക്കിയത്? ഓപ്ഷൻസ്: എ ഇസ്രായേൽക്കാർ, ബി ലേവ്യർ, സി പുരോഹിതർ, ഡി ഹെബ്രായക്കാർ. ഉത്തരം ഓപ്ഷൻ ബി ലേവ്യർ. 1 സാമുവൽ 6:14. വണ്ടിക്ക് ഉപയോഗിച്ചിരുന്ന മരം വെട്ടിക്കീറി പശുക്കളെ എന്തായി അവർ കർത്താവിന് സമർപ്പിച്ചു? ഓപ്ഷൻസ്: എ ദഹനബലി, ബി പ്രാശ്ചിത്ത ബലി, സി പാപപരിഹാര ബലി, ഡി ബലി. ഉത്തരം ഓപ്ഷൻ എ ദഹനബലി. 1 സാമുവൽ 6:14. വണ്ടി ബത്ഷെമേശുകാരനായ ആരുടെ വയലിൽ ചെന്നു നിന്നു? ഓപ്ഷൻസ്: എ യാക്കോബിന്റെ, ബി ഇസഹാക്കിന്റെ, സി ജോഷുവയുടെ, ഡി റൂബന്റെ. ഉത്തരം ഓപ്ഷൻ സി ജോഷുവയുടെ. 1 സാമുവൽ 6:14. സഭാപ്രസംഗകൻ 6:2 തുല്യമായ പുതിയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ്: എ ലൂക്ക 12:20, ബി മത്തായി 12:22, സി ലൂക്ക 20:12, ഡി യോഹന്നാൻ 12:20. ഉത്തരം ഓപ്ഷൻ എ ലൂക്ക 12:20. ഡാഷ് പോലെ കടന്നുപോകുന്ന ഈ വ്യർത്ഥമായ ഹ്രസ്വ ജീവിതത്തിൽ മനുഷ്യന് നന്മയായിട്ടുള്ളത് എന്താണെന്ന് ആരറിയുന്നു? ഓപ്ഷൻസ്: എ കാറ്റുപോലെ, ബി നിഴൽ പോലെ, സി രാത്രി പോലെ, ഡി വസന്തം പോലെ. ഉത്തരം ഓപ്ഷൻ ബി നിഴൽ പോലെ. സഭാപ്രസംഗകൻ 6:12. മനുഷ്യൻ ആരാണെന്നും തന്നേക്കാൾ ശക്തനോട് അവന് എന്ത് ചെയ്യാൻ കഴിവില്ലെന്നും വ്യക്തമായി കഴിഞ്ഞു. ഓപ്ഷൻസ്: എ മല്ലിടാൻ, ബി പോരടിക്കാൻ, സി പോരാടാൻ, ഡി വെല്ലുവിളിക്കാൻ. ഉത്തരം ഓപ്ഷൻ എ മല്ലിടാൻ. സഭാപ്രസംഗകൻ 6:10. സഭാപ്രസംഗകൻ 6:10 പ്രകാരം എന്തിനെല്ലാം പേരിട്ടു കഴിഞ്ഞു? ഓപ്ഷൻസ്: എ ഉണ്ടായതിനെല്ലാം, ബി ഉണ്ടായിട്ടുള്ളതിനെല്ലാം, സി ഉണ്ടാവാൻ ഉള്ളതിനെല്ലാം, ഡി ഉണ്ടായിക്കഴിഞ്ഞതിനെല്ലാം. ഉത്തരം ഓപ്ഷൻ ബി ഉണ്ടായിട്ടുള്ളതിനെല്ലാം. സഭാപ്രസംഗകൻ 6:10. കൺമുമ്പിൽ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നതാണ്
സങ്കല്പങ്ങളിൽ അലയുന്നതിനേക്കാൾ നല്ലത്. ഇത് മിഥ്യയും ഡാഷുമാണ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ പാഴ്വേലയും, ബി വ്യർത്ഥവും, സി വേദനാജനകവും, ഡി നിരർത്ഥകവും. ഉത്തരം ഓപ്ഷൻ എ പാഴ്വേലയും. സഭാപ്രസംഗകൻ 6:9. ഡാഷ് മൂഢനേക്കാൾ എന്ത് മേന്മയാണ് ഉള്ളത്? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ബുദ്ധിമാന്, ബി വിവേകമതിക്ക്, സി ജ്ഞാനിക്ക്, ഡി ബുദ്ധിശാലിക്ക്. ഉത്തരം ഓപ്ഷൻ സി ജ്ഞാനിക്ക്. സഭാപ്രസംഗകൻ 6:8. ഉദരപൂരണത്തിനാണ് മനുഷ്യന്റെ അധ്വാനം മുഴുവൻ, എങ്കിലും അവന് എന്ത് അടങ്ങുന്നില്ല? ഓപ്ഷൻസ്: എ ദാരിദ്ര്യം, ബി വിശപ്പ്, സി പട്ടിണി, ഡി അറുതി. ഉത്തരം ഓപ്ഷൻ ബി വിശപ്പ്. സഭാപ്രസംഗകൻ 6:7. അവൻ ഡാഷ് വർഷം ജീവിച്ചാലും ഒരു ഭാഗ്യവും അനുഭവിക്കുന്നില്ലെങ്കിൽ ഇരുവരും ഒരിടത്തല്ലേ ചെന്നടിയുന്നത്? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ 1000 വർഷം, ബി 100 വർഷം, സി 2000 വർഷം, ഡി 500 വർഷം. ഉത്തരം ഓപ്ഷൻ സി 2000 വർഷം. സഭാപ്രസംഗകൻ 6:6. ഒരുവൻ എത്ര മക്കളോടുകൂടെ ദീർഘായുഷ്മാൻ ആയിരുന്നാലും എന്നാണ് പറയുന്നത്? ഓപ്ഷൻസ്: എ 10, ബി 20, സി 100, ഡി 12. ഉത്തരം ഓപ്ഷൻ സി 100. സഭാപ്രസംഗകൻ 6:3. സഭാപ്രസംഗകൻ 9:4 തുല്യമായ പുതിയ നിയമഭാഗം ഏത്? ഓപ്ഷൻസ്: എ ലൂക്ക 10:1, ബി മത്തായി 1:10, സി മാർക്കോസ് 10:1, ഡി ലൂക്ക 1:10. ഉത്തരം ഓപ്ഷൻ എ ലൂക്ക 10:1. ഒരുവന് കാരാഗൃഹത്തിൽ നിന്ന് എവിടെ എത്താൻ കഴിഞ്ഞേക്കാം? ഓപ്ഷൻസ്: എ കൊട്ടാരത്തിലെത്താൻ, ബി മണിമന്ദിരത്തിലെത്താൻ, സി രാജസിംഹാസനത്തിലെത്താൻ, ഡി സിംഹാസനത്തിലെത്താൻ. ഉത്തരം ഓപ്ഷൻ ഡി സിംഹാസനത്തിലെത്താൻ. സഭാപ്രസംഗകൻ 4:14. ആരെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം? ഓപ്ഷൻസ്: എ ഒരുവനെ, ബി ഒറ്റയ്ക്കായിരിക്കുന്നവനെ, സി കൂട്ടിന് ആരുമില്ലാത്തവനെ, ഡി അനാഥനെ. ഉത്തരം ഓപ്ഷൻ ബി ഒറ്റയ്ക്കായിരിക്കുന്നവനെ. സഭാപ്രസംഗകൻ 4:12. ആരാണ് ഒരാളേക്കാൾ മെച്ചം? ഓപ്ഷൻസ്: എ കുറേ പേർ, ബി 2 പേർ, സി 5-6 ആളുകൾ, ഡി കുറച്ചുപേർ. ഉത്തരം ഓപ്ഷൻ ബി 2 പേർ. സഭാപ്രസംഗകൻ 4:9. ഇതും മിഥ്യയും ഡാഷും ആണ്. ഓപ്ഷൻസ്: എ പാഴ്വേലയും, ബി വ്യർത്ഥവും, സി നിരർത്ഥകവും, ഡി ശൂന്യവും. ഉത്തരം ഓപ്ഷൻ എ പാഴ്വേലയും. സഭാപ്രസംഗകൻ 4:4. നിക്കോദേമോസ് യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഓപ്ഷൻസ്: എ ഗുരു, ബി കർത്താവേ, സി റബ്ബി, ഡി പ്രഭു. ഉത്തരം ഓപ്ഷൻ സി റബ്ബി. യോഹന്നാൻ 3:2. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഡാഷ് പ്രവർത്തിക്കാൻ കഴിയുകയില്ല. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ അത്ഭുതങ്ങൾ, ബി അടയാളങ്ങൾ, സി കാര്യങ്ങൾ, ഡി പ്രവൃത്തികൾ. ഉത്തരം ഓപ്ഷൻ ബി അടയാളങ്ങൾ. യോഹന്നാൻ 3:2.
വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ഡാഷ് കാണാൻ കഴിയുകയില്ല. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ദൈവരാജ്യം, ബി സ്വർഗരാജ്യം, സി സ്വർഗം, ഡി നിത്യജീവൻ. ഉത്തരം ഓപ്ഷൻ എ ദൈവരാജ്യം. യോഹന്നാൻ 3:3. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ എന്നതിൻ്റെ ഗ്രീക്ക് മൂലം. ഓപ്ഷൻസ്: എ വിശ്വാസികളുടെ ജനനം, ബി ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ, സി യേശുവിൻ്റെ ജനനം, ഡി സ്വർഗത്തിലെ ജനനം. ഉത്തരം ഓപ്ഷൻ ബി ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നില്ലെങ്കിൽ. ഫുട്നോട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. യോഹന്നാൻ 3:3. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എന്ന് ചോദിച്ചത് ആര്? ഓപ്ഷൻസ്: എ അധികാരി, ബി മർത്ത, സി നിക്കോദേമോസ്, ഡി നിയമജ്ഞൻ. ഉത്തരം ഓപ്ഷൻ സി നിക്കോദേമോസ്. യോഹന്നാൻ 3:9. യേശു പറഞ്ഞ ദേവാലയം ഏതാണ്? ഓപ്ഷൻസ്: എ ജെറുസലേം ദേവാലയം, ബി പിതാവിൻ്റെ ആലയം, സി ശരീരമാകുന്ന ദേവാലയം, ഡി യേശുക്രിസ്തു. ഉത്തരം ഓപ്ഷൻ സി ശരീരമാകുന്ന ദേവാലയം. യോഹന്നാൻ 2:21. വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിച്ചത് ആര്? ഓപ്ഷൻസ്: എ ശിഷ്യന്മാർ, ബി ജനങ്ങൾ, സി നീതിമാന്മാർ, ഡി സമറിയാക്കാർ. ഉത്തരം ഓപ്ഷൻ എ ശിഷ്യന്മാർ. യോഹന്നാൻ 2:22. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണമെന്ത്? ഓപ്ഷൻസ്: എ അവരുടെ സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല, ബി അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു, സി അവരിലുള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു, ഡി അവർക്ക് പൂർണ്ണ വിശ്വാസം ഇല്ലാത്തതിനാൽ. ഉത്തരം ഓപ്ഷൻ ബി അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. യോഹന്നാൻ 2:24. യേശുവിന് ആരെ പറ്റിയാണ് ആരുടെയും സാക്ഷ്യം ആവശ്യമില്ലാതിരുന്നത്? ഓപ്ഷൻസ്: എ ദുഷ്ടനെ പറ്റി, ബി പാപിയെ പറ്റി, സി തിന്മ പ്രവർത്തിക്കുന്നവനെ പറ്റി, ഡി മനുഷ്യനെ പറ്റി. ഉത്തരം ഓപ്ഷൻ ഡി മനുഷ്യനെ പറ്റി. യോഹന്നാൻ 2:25. രാത്രിയിൽ യേശുവിൻ്റെ അടുത്ത് വന്ന യഹൂദ പ്രമാണി ആര്? ഓപ്ഷൻസ്: എ അരിമത്തിയക്കാരൻ ജോസഫ്, ബി നിക്കോദേമോസ്, സി ധനികനായ യുവാവ്, ഡി മത്തിയാസ്. ഉത്തരം ഓപ്ഷൻ ബി നിക്കോദേമോസ്. യോഹന്നാൻ 3:1. എന്തിനെയെല്ലാമാണ് ദേവാലയത്തിൽ വിറ്റുകൊണ്ടിരുന്നത്? ഓപ്ഷൻസ്: എ ചെങ്ങാലി ആട്, ബി ആട് പ്രാവ്, സി കാള തേൻ, ഡി കാള ആട് പ്രാവ്. ഉത്തരം ഓപ്ഷൻ ഡി കാള ആട് പ്രാവ്. യോഹന്നാൻ 2:14. ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടു പോകുവിൻ. യേശു ആരോടാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻസ്: എ നാണയമാറ്റക്കാരോട്, ബി കാള ആട് വിൽക്കുന്നവരോട്, സി പ്രാവുകളെ വിൽക്കുന്നവരോട്, ഡി കച്ചവടം ചെയ്യുന്നവരോട്. ഉത്തരം ഓപ്ഷൻ സി പ്രാവുകളെ വിൽക്കുന്നവരോട്. യോഹന്നാൻ 2:16. നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുതെന്ന് ഈശോ പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? ഓപ്ഷൻസ്: എ ജെറുസലേം ദേവാലയം, ബി പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച്, സി ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ച്, ഡി ആത്മാവാകുന്ന ആലയത്തെക്കുറിച്ച്. ഉത്തരം ഓപ്ഷൻ ബി പിതാവിൻ്റെ ആലയത്തെക്കുറിച്ച്. യോഹന്നാൻ 2:16. ദേവാലയം നശിപ്പിച്ചാൽ എത്ര ദിവസം കൊണ്ടാണ് യേശു അത് പുനരുദ്ധരിക്കുക?
ഓപ്ഷൻസ്: എ 2 ദിവസത്തിനകം, ബി 4 ദിവസത്തിനകം, സി 3 ദിവസത്തിനകം, ഡി 1 ദിവസത്തിനകം. ഉത്തരം ഓപ്ഷൻ സി 3 ദിവസത്തിനകം. യോഹന്നാൻ 2:19. ജെറുസലേം ദേവാലയം പണിയാൻ എത്ര വർഷമെടുത്തു? ഓപ്ഷൻസ്: എ 46 സംവത്സരം, ബി 47 സംവത്സരം, സി 40 സംവത്സരം, ഡി 45 സംവത്സരം. ഉത്തരം ഓപ്ഷൻ എ 46 സംവത്സരം. യോഹന്നാൻ 2:20. ഓരോ കൽഭരണിയിലും എത്ര അളവ് കൊള്ളുമായിരുന്നു? ഓപ്ഷൻസ്: എ 2 3, ബി 4 3, സി 1 2, ഡി 5 6. ഉത്തരം ഓപ്ഷൻ എ 2 3. യോഹന്നാൻ 2:6. യേശു പരിചാരകരോട് കൽപ്പിച്ചത് എന്ത്? ഓപ്ഷൻസ്: എ ഭരണികളിൽ വക്കോളം വെള്ളം നിറയ്ക്കുവിൻ, ബി ഭരണികളിൽ വക്കോളം വെള്ളം നിറച്ച് കലവറക്കാരൻ്റെ അടുത്തു കൊണ്ട് ചെല്ലുവിൻ, സി ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ, ഡി ഭരണിയിൽ വെള്ളം നിറച്ച് വയ്ക്കുവിൻ. ഉത്തരം ഓപ്ഷൻ സി ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. യോഹന്നാൻ 2:7. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. ആര്? ഓപ്ഷൻസ്: എ പരിചാരകർ, ബി കലവറക്കാരൻ, സി മണവാളൻ, ഡി ബന്ധുക്കൾ. ഉത്തരം ഓപ്ഷൻ ബി കലവറക്കാരൻ. യോഹന്നാൻ 2:9. കാനായിലെ അത്ഭുതത്തിന്റെ ഫലമായി ആരാണ് യേശുവിൽ വിശ്വസിച്ചത്? ഓപ്ഷൻസ്: എ അവന്റെ ശിഷ്യന്മാർ, ബി ഒരു കൂട്ടം യഹൂദർ, സി അവന്റെ സഹോദരർ, ഡി ഗലീലിയക്കാർ. ഉത്തരം ഓപ്ഷൻ എ അവന്റെ ശിഷ്യന്മാർ. യോഹന്നാൻ 2:11. കാനായിലെ അത്ഭുതത്തിന് ശേഷം യേശു എവിടേക്കാണ് പോയത്? ഓപ്ഷൻസ്: എ എഫ്രായിമിലേക്ക്, ബി കഫർനാമിലേക്ക്, സി ജെറുസലേമിലേക്ക്, ഡി സമറിയായിലേക്ക്. ഉത്തരം ഓപ്ഷൻ ബി കഫർനാമിലേക്ക്. യോഹന്നാൻ 2:12. മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ ഞങ്ങൾ കണ്ടു. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻസ്: എ പീലിപ്പോസ് നഥാനയേലിനോട്, ബി പീലിപ്പോസ് അന്ത്രയോസിനോട്, സി നഥാനയേൽ പീലിപ്പോസിനോട്, ഡി അന്ത്രയോസ് പത്രോസിനോട്. ഉത്തരം ഓപ്ഷൻ എ പീലിപ്പോസ് നഥാനയേലിനോട്. യോഹന്നാൻ 1:45. ഗലീലിയിലെ കാനായിൽ വിവാഹ വിരുന്ന് നടന്നത് എന്നാണ്? ഓപ്ഷൻസ്: എ 2-ാം ദിവസം, ബി 4-ാം ദിവസം, സി 3-ാം ദിവസം, ഡി 6-ാം ദിവസം. ഉത്തരം ഓപ്ഷൻ സി 3-ാം ദിവസം. യോഹന്നാൻ 2:1. കാനായിൽ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ പറഞ്ഞതെന്ത്? ഓപ്ഷൻസ്: എ അവരുടെ വീഞ്ഞ് തീർന്നുപോയി, ബി അവർക്ക് വീഞ്ഞില്ല, സി അവർക്ക് വേണ്ടത് ചെയ്യുവിൻ, ഡി വീഞ്ഞ് തികയില്ല. ഉത്തരം ഓപ്ഷൻ ബി അവർക്ക് വീഞ്ഞില്ല. യോഹന്നാൻ 2:3. അമ്മ പരിചാരകരോട് പറഞ്ഞതെന്ത്? ഓപ്ഷൻസ്: എ അവൻ എന്താണോ പറയുന്നത് അത് ചെയ്യുവിൻ, ബി അവൻ നിങ്ങളോട് പറയുന്നത് കേൾക്കുവിൻ, സി അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ, ഡി അവൻ പറയുന്നത് ചെയ്യുവിൻ. ഉത്തരം ഓപ്ഷൻ സി അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യോഹന്നാൻ 2:5. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന എത്ര കൽഭരണികൾ ഉണ്ടായിരുന്നു? ഓപ്ഷൻസ്:
എ 7, ബി 8, സി 6, ഡി 3. ഉത്തരം ഓപ്ഷൻ സി 6. യോഹന്നാൻ 2:6. യോഹന്നാൻ പറഞ്ഞത് കേട്ട് യേശുവിനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുവൻ ആരായിരുന്നു? ഓപ്ഷൻസ്: എ യോഹന്നാന്റെ സഹോദരൻ യാക്കോബ്, ബി ശിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ്, സി പീലിപ്പോസ്, ഡി നഥാനയേൽ. ഉത്തരം ഓപ്ഷൻ ബി ശിമിയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസ്. യോഹന്നാൻ 1:40. ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടുവെന്ന് അന്ത്രയോസ് ആരോടാണ് ആദ്യം പറഞ്ഞത്? ഓപ്ഷൻസ്: എ ശിമയോനോട്, ബി പത്രോസിനോട്, സി പീലിപ്പോസിനോട്, സി നഥാനയേലിനോട്. ഉത്തരം ഓപ്ഷൻ എ ശിമയോനോട്. യോഹന്നാൻ 1:41. ശിമിയോനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആരാണ്? ഓപ്ഷൻസ്: എ യാക്കോബ്, ബി അന്ത്രയോസ്, സി പീലിപ്പോസ്, ഡി നഥാനയേൽ. ഉത്തരം ഓപ്ഷൻ ബി അന്ത്രയോസ്. യോഹന്നാൻ 1:42. യേശു ശിമിയോനെ നോക്കി പറഞ്ഞത് എന്ത്? ഓപ്ഷൻസ്: എ ഈ പാറമേൽ ഞാൻ എൻ്റെ ഭവനം പണിയും, ബി യോഹന്നാന്റെ പുത്രനായ ശിമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ, സി നീ യോഹന്നാന്റെ പുത്രനായ ശിമിയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും, ഡി ഇന്നു മുതൽ ശിമിയോൻ എന്നല്ല പത്രോസ് എന്ന് വിളിക്കപ്പെടും. ഉത്തരം ഓപ്ഷൻ സി നീ യോഹന്നാന്റെ പുത്രനായ ശിമയോനാണ്, കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും. യോഹന്നാൻ 1:42. പിറ്റേ ദിവസം യേശു ഗലീലിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ ആരോടാണ് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞത്? ഓപ്ഷൻസ്: എ പത്രോസ്, ബി അന്ത്രയോസ്, സി പീലിപ്പോസ്, ഡി നഥാനയേൽ. ഉത്തരം ഓപ്ഷൻ സി പീലിപ്പോസ്. യോഹന്നാൻ 1:43. ബഥാനിയ എവിടെയാണ്? ഓപ്ഷൻസ്: എ ജോർദാന്റെ മറുകരെ, ബി ജോർദാനിൽ, സി ഏനോനിൽ, ഡി ജോർദാന്റെ അക്കരെ. ഉത്തരം ഓപ്ഷൻ ഡി ജോർദാന്റെ അക്കരെ. യോഹന്നാൻ 1:28. യോഹന്നാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻസ്: എ ആത്മാവിനെ നൽകാൻ, ബി ലോകത്തിന് വെളിപ്പെടുത്താൻ, സി യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി, ഡി ജീവൻ നൽകാൻ. ഉത്തരം ഓപ്ഷൻ സി യേശുവിനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടി. യോഹന്നാൻ 1:31. യോഹന്നാൻ തൻ്റെ ശിഷ്യരിൽ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞതെന്ത്? ഓപ്ഷൻസ്: എ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ബി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, സി ഇതാ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്, ഡി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ഉത്തരം ഓപ്ഷൻ ബി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:36. അങ്ങ് എവിടെയാണ് വസിക്കുന്നത് എന്ന ചോദ്യത്തിന് യേശു കൊടുക്കുന്ന മറുപടി എന്ത്? ഓപ്ഷൻസ്: എ എന്നെ അനുഗമിക്കുക, ബി എൻ്റെ പിന്നാലെ വരിക, സി നിങ്ങൾ എന്തന്വേഷിക്കുന്നു, ഡി വന്നു കാണുക. ഉത്തരം ഓപ്ഷൻ ഡി വന്നു കാണുക. യോഹന്നാൻ 1:39. യേശു വന്നു കാണുക എന്ന പറഞ്ഞ സമയം ഏതാണ്? ഓപ്ഷൻസ്: എ ഏകദേശം 6 മണിക്കൂർ, ബി ഏകദേശം 7 മണിക്കൂർ, സി ഏകദേശം 10 മണിക്കൂർ, ഡി ഏകദേശം 3 മണിക്കൂർ.
ഉത്തരം ഓപ്ഷൻ സി ഏകദേശം 10 മണിക്കൂർ. യോഹന്നാൻ 1:39. ദൈവത്തെ ആരാണ് വെളിപ്പെടുത്തിയത്? ഓപ്ഷൻസ്: എ ദൈവം തന്നെയായ ഏകജാതൻ, ബി മനുഷ്യപുത്രൻ, സി യേശു ക്രിസ്തു, ഡി പ്രിയപുത്രൻ. ഉത്തരം ഓപ്ഷൻ എ ദൈവം തന്നെയായ ഏകജാതൻ. യോഹന്നാൻ 1:18. നീ ആരാണെന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് ആരെയാണ് അയച്ചത്? ഓപ്ഷൻസ്: എ ഫരിസേയരെ, ബി പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും, സി സേവകരെ, ഡി പുരോഹിതന്മാരെയും ലേവ്യരെയും. ഉത്തരം ഓപ്ഷൻ ഡി പുരോഹിതന്മാരെയും ലേവ്യരെയും. യോഹന്നാൻ 1:19. പുരോഹിതരും ലേവ്യരും യോഹന്നാനോട് എത്ര ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്? ഓപ്ഷൻസ്: എ 5, ബി 4, സി 6, ഡി 3. ഉത്തരം ഓപ്ഷൻ സി 6. യോഹന്നാൻ 1:20-25 വാക്യങ്ങൾ. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് ഞാൻ. ഇത് ആരുടെ പ്രവചനമാണ്? ഓപ്ഷൻസ്: എ മിക്ക, സി ഏശയ്യാ ദീർഘദർശി, സി നാഥാൻ, ഡി ഏലിയ. ഉത്തരം ഓപ്ഷൻ സി ഏശയ്യാ ദീർഘദർശി. യോഹന്നാൻ 1:23. നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. ഇതിനുശേഷം യോഹന്നാൻ പറഞ്ഞതെന്ത്? ഓപ്ഷൻസ്: എ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, ബി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, സി എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, ഡി എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ്. ഉത്തരം ഓപ്ഷൻ സി എൻ്റെ പിന്നാലെ വരുന്ന അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. യോഹന്നാൻ 1:27. യേശുവിൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എന്ത് സ്വീകരിച്ചു? ഓപ്ഷൻസ്: എ രക്ഷ, ബി കൃപയ്ക്കുമേൽ കൃപ, സി നിത്യജീവൻ, ഡി കൃപാവരം. ഉത്തരം ഓപ്ഷൻ ബി കൃപയ്ക്കുമേൽ കൃപ. യോഹന്നാൻ 1:16. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഡാഷിനുള്ള സ്വാതന്ത്ര്യമായി അതിനെ ഗണിക്കരുതെന്ന് മാത്രം. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ജഡമോഹത്തിനുള്ള, ബി ജഡിക വ്യാപാരത്തിനുള്ള, സി ഭൗതിക സുഖത്തിനുള്ള, ഡി ഭൗതിക മോഹത്തിനുള്ള. ഉത്തരം ഓപ്ഷൻ സി ഭൗതിക സുഖത്തിനുള്ള. ഗലാത്തിയ 5:13. നിയമം മുഴുവൻ അടങ്ങിയിരിക്കുന്നത് ഏത് കൽപ്പനയിലാണ്? ഓപ്ഷൻസ്: എ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക, ബി പരസ്പരം സ്നേഹിക്കുക, സി ദൈവത്തെ ആരാധിക്കുക, ഡി ദൈവത്തെ സ്നേഹിക്കുക. ഉത്തരം ഓപ്ഷൻ എ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഗലാത്തിയ 5:14. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. അധ്യായവും വാക്യവും ഏത്? ഓപ്ഷൻസ്: എ ഗലാത്തിയ 5:23, ബി 4:24, സി 5:24, ഡി 5:25. ഉത്തരം ഓപ്ഷൻ ബി ഗലാത്തിയ 5:24. എന്തിൻ്റെ പ്രേരണയനുസരിച്ചാണ് വ്യാപരിക്കേണ്ടത്? ഓപ്ഷൻസ്: എ ആത്മാവിൻ്റെ, ബി ദൈവാത്മാവിൻ്റെ, സി ദൈവാരൂപിയുടെ, ഡി അരൂപിയുടെ. ഉത്തരം ഓപ്ഷൻ എ ആത്മാവിൻ്റെ. ഗലാത്തിയ 5:16. ഒരിക്കലും തൃപ്തിപ്പെടുത്തരുതാത്തത് എന്തിനെ? ഓപ്ഷൻസ്: എ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ,
ബി ജഡികാസക്തികളെ, സി ജഡത്തിൻ്റെ അഭിലാഷങ്ങളെ, ഡി ജഡമോഹങ്ങളെ. ഉത്തരം ഓപ്ഷൻ ഡി ജഡമോഹങ്ങളെ. ഗലാത്യ 5:16. ആരാണ് നിയമം മുഴുവൻ പാലിക്കാൻ കടപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻസ്: എ പരിച്ഛേദനം സ്വീകരിക്കാത്തവർ, ബി അപരിച്ഛേദിതർ, സി പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും, ഡി വചനം പഠിക്കുന്നവർ. ഉത്തരം ഓപ്ഷൻ സി പരിച്ഛേദനം സ്വീകരിക്കുന്ന ഓരോ മനുഷ്യനും. ഗലാത്യ 5:3. എന്തിനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് കരുതുമ്പോഴാണ് ക്രിസ്തുവിനോടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത്? ഓപ്ഷൻസ്: എ വാഗ്ദാനത്താൽ, ബി നിയമത്താൽ, സി നിയമാനുഷ്ഠാനങ്ങളാൽ, ഡി വാഗ്ദാനത്തിൻ്റെ പ്രേരണയാൽ. ഉത്തരം ഓപ്ഷൻ ബി നിയമത്താൽ. ഗലാത്യ 5:4. ആരിൽ വിശ്വസിക്കുന്നവർക്കാണ് പരിച്ഛേദനമോ അപരിച്ഛേദനമോ കാര്യമല്ലാത്തത്? ഓപ്ഷൻസ്: എ യേശു ക്രിസ്തുവിൽ, ബി ക്രിസ്തുവിൽ, സി ദൈവത്തിൽ, ഡി കർത്താവിൽ. ഉത്തരം ഓപ്ഷൻ എ യേശു ക്രിസ്തുവിൽ. ഗലാത്യ 5:6. എന്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഗലാത്യക്കാരോട് പൗലോസ് പറയുന്നത്? ഓപ്ഷൻസ്: എ നന്മയിലേക്ക്, ബി സ്നേഹത്തിലേക്ക്, സി സ്വാതന്ത്ര്യത്തിലേക്ക്, ഡി കൃപയിലേക്ക്. ഉത്തരം ഓപ്ഷൻ സി സ്വാതന്ത്ര്യത്തിലേക്ക്. ഗലാത്യ 5:13. സ്നേഹത്തോടു കൂടെ ഡാഷ് പോലെ പരസ്പരം സ്നേഹിക്കുവിൻ. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ ശിഷ്യന്മാരെ, ബി മക്കളെ, സി ദമ്പതികളെ, ഡി ദാസരെ പോലെ. ഉത്തരം ഓപ്ഷൻ ഡി ദാസരെ പോലെ. ഗലാത്യ 5:13. അറേബ്യയിലെ സീനായ് മല എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ഓപ്ഷൻസ്: എ സാറ, ബി സ്വർഗീയ ജെറുസലേം, സി ഹാഗാർ, ഡി ജെറുസലേം. ഉത്തരം ഓപ്ഷൻ സി ഹാഗാർ. ഗലാത്യ 4:25. ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നത് എന്തിലേക്ക്? ഓപ്ഷൻസ്: എ സ്വാതന്ത്ര്യത്തിലേക്ക്, ബി നന്മയിലേക്ക്, സി സ്നേഹത്തിലേക്ക്, ഡി നിത്യജീവനിലേക്ക്. ഉത്തരം ഓപ്ഷൻ എ സ്വാതന്ത്ര്യത്തിലേക്ക്. ഗലാത്യ 5:1. ഡാഷ് നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. ഓപ്ഷൻസ്: എ തിന്മയുടെ, ബി അടിമത്തത്തിൻ്റെ, സി പാപത്തിൻ്റെ, ഡി ദുഷ്പ്രേരണയുടെ. ഉത്തരം ഓപ്ഷൻ ബി അടിമത്തത്തിൻ്റെ. ഗലാത്യ 5:1. എന്തിൽ നിന്ന് വീണു പോയിരിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്? ഓപ്ഷൻസ്: എ സ്നേഹത്തിൽ നിന്ന്, ബി നന്മയിൽ നിന്ന്, സി കൃപാവരത്തിൽ നിന്ന്, ഡി നീതിയിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ സി കൃപാവരത്തിൽ നിന്ന്. ഗലാത്യ 5:4. സ്നേഹത്തിലൂടെ പ്രവർത്തനനിരതമായ ഡാഷ് സുപ്രധാനം. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻസ്: എ വിശ്വാസമാണ്, ബി നീതിയാണ്, സി നന്മപ്രവൃത്തികളാണ്, ഡി കാരുണ്യമാണ്. ഉത്തരം ഓപ്ഷൻ എ വിശ്വാസമാണ്. ഗലാത്യ 5:6. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.